ഭിന്നസംഖ്യകളുടെ ഗുണനം നന്നായിട്ട് മനസ്സിലാക്കണം, ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഭിന്നസംഖ്യകളുടെ ഗുണനം, മൾട്ടിപ്ലിക്കേഷൻ. ശ്രദ്ധിച്ചു കേട്ടോ. എങ്ങനെയാണ് ഭിന്നസംഖ്യകൾ ഗുണിക്കുന്നേ? ഒരു ഉപദ്രവമില്ലാത്ത പാവമാണ് എന്ത്? ഗുണനം, അല്ലെ? ബാക്കിയുള്ളത് നമുക്കറിയാം. മിശ്രഭിന്നങ്ങളുടെ കൂട്ടലും കുറയ്ക്കലും ഒക്കെ എന്ത് തലവേദനയായിരുന്നു. ഇതിനെ കൊണ്ട് ഒരു ശല്യവും ഇല്ല, ഒരു ഉപദ്രവം ഇല്ലാത്ത ആളാണ് ആര്? ഈ ഗുണനം എന്ന് പറയുന്ന ആൾ. എങ്ങനെയാ ഗുണിക്കുന്നേ? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. നോക്കിക്കേ, 2 ഡിവൈഡഡ് ബൈ 3 2 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 5/7 ആണോ? ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇവിടെ ഭിന്നസംഖ്യകൾ ഗുണിക്കാനുള്ള നിയമം ഇത്രയേ ഉള്ളൂ സേട്ടാ. ഇവന്മാരെ ഗുണിക്കുക, ഇവന്മാരെയും ഗുണിക്കുക, അംശം ഗുണിക്കുക, ഛേദം ഗുണിക്കുക. ഓക്കെ, അപ്പൊ 2ഉം 5ഉം ഗുണിച്ചാൽ 10 കിട്ടും, 3ഉം 7ഉം ഗുണിച്ചാൽ 21 കിട്ടും. ആൻസർ 10/21 എന്ന് കിട്ടും. അപ്പൊ ഭിന്നസംഖ്യകളുടെ ഗുണനം എങ്ങനെയാണ്? അംശവും ഗുണിക്കുക, ഛേദവും ഗുണിക്കുക. ശരിയല്ലേ? വെറുതെ ഗുണിച്ചാൽ ഉത്തരവായി. അംശം ഗുണിക്കുക, ഛേദം ഗുണിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം മക്കളെ. 3/4 ഇൻറ്റു 7/8 ഇതാണ് രണ്ടാമത്തേത്, അല്ലെ? ഇത് ചെയ്യുവാണെങ്കിൽ അംശവും കൂടെ ഗുണിക്കുമ്പോൾ ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ 7 3 21 വരും മക്കളെ. ഛേദവും ഗുണിക്കുമ്പോൾ 4 32 എന്നും വരും. ശരിയല്ലേ? 21/32 ആണോ മക്കളെ? 21/32. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. 5/8 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 7 എങ്ങനെയാ ചെയ്യുന്നേ? ഭിന്നസംഖ്യകൾ ഗുണിക്കാനുള്ള നിയമം ഓൾറെഡി പറഞ്ഞു. അംശവും കൂടെ ഗുണിക്കുക. 5 × 3 15, ഛേദവും ഗുണിക്കുക. 7 8 56, 15 ഡിവൈഡഡ് ബൈ 56 ആണ് ഇതിന്റെ ഉത്തരം. അപ്പൊ എന്താണ് ഭിന്നസംഖ്യകൾ ഗുണിക്കാനുള്ള നിയമം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അംശം കൂടെ ഗുണിക്കുക, ഛേദവും ഗുണിക്കുക, പരിപാടി തീരും. ക്ലിയർ? യെസ്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് സേട്ടാ. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. എന്തൊക്കെയാ അത്, അല്ലെങ്കിൽ എന്താണത് എന്നൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. അതായത് ഈ ചോദ്യം നമുക്കൊന്ന് നോക്കാം. ചോദ്യം ഇതാണ്. 3/7 ഇൻറ്റു 14 ഡിവൈഡഡ് ബൈ 15 അല്ലെ? ഇവിടെ ചെയ്യാനുള്ള മെത്തേഡ് നേരെ ഗുണിക്കുവാണെന്ന് നമുക്കറിയാം. പക്ഷേ ഗുണിക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ അറിയേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വെട്ടിച്ചെറുതാക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടോ, എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കണം. വെട്ടിച്ചെറുതാക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ വെട്ടിച്ചെറുതാക്കിയിട്ട് വേണം ഗുണിക്കാൻ. ഇവിടെ നോക്ക്, എനിക്ക് ഇതിനെയും തട്ടിക്കളയാൻ പറ്റില്ല. ഈ 3ഉം 15ഉം 3 വെച്ച് വെട്ടിക്കളഞ്ഞാൽ ഇത് 5 തവണ, ഇത് 1 തവണ, അല്ലെ? 7ഉം 14ഉം 7 വെച്ച് വെട്ടിക്കളഞ്ഞാൽ ഇത് 2 തവണ. ബാക്കി എന്തുണ്ട്? 2 മുകളിലുണ്ട്, 5 താഴെയുണ്ട്. മക്കളെ 2/5 അല്ലേ ആൻസർ? ആണോ? അപ്പൊ എന്താണ് ഗുണിക്കുന്നതിന് മുന്നേ വെട്ടിച്ചെറുതാക്കാൻ പറ്റുമെങ്കിൽ വെട്ടിച്ചെറുതാക്കിയിട്ട് ഗുണിക്കുക എന്നുള്ളതാണ് നിയമം. അപ്പൊ എന്താണ് നിയമം? വെട്ടിച്ചെറുതാക്കാൻ പറ്റുമെങ്കിൽ വെട്ടിച്ചെറുതാക്കിയിട്ട് ഗുണിക്കുക എന്നുള്ളതാണ് നിയമം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഒരു കൈ നോക്കാം. 9 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 22 ഡിവൈഡഡ് ബൈ 21. ക്ലിയർ ആണല്ലോ? ഈ രണ്ട് ഭിന്നസംഖ്യകൾ ഗുണിക്കാനാണ്. നമുക്കറിയാം ഗുണിക്കാനുള്ള നിയമം എന്തായിരുന്നു? നേരെ ഗുണിക്കുക എന്നതായിരുന്നു. ശരിയാണോ? നേരെ ഗുണിക്കുക. നേരെ ഗുണിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ നോക്കേണ്ടത് വെട്ടിച്ചെറുതാക്കാൻ പറ്റുമോ എന്നാ. വെട്ടിച്ചെറുതാക്കാൻ പറ്റുമെങ്കിൽ വെട്ടിച്ചെറുതാക്കിയിട്ട് ഗുണിച്ചാൽ പരിപാടി തീരും. ശരി, ഞാൻ 9ഉം 21ഉം കൂടെ വെട്ടിക്കളയുക. 3 വെച്ച് ഇത് 3 തവണ, 3 വെച്ച് ഇത് 7 തവണ. ശരി, 11ഉം 22ഉം കൂടെ വെട്ടിക്കളയുക. 11 22ൽ 2 തവണ. ആണോ മക്കളെ? അപ്പൊ മുകളിൽ 3 കൊണ്ട് 2 കൊണ്ട് 3ഉം 2ഉം കൂടെ ഗുണിച്ചാൽ നമുക്ക് 6 എന്ന് കിട്ടും. താഴെ 7 എന്ന് കിട്ടും. താഴെ കാരണം 7 മാത്രമേ ഉള്ളൂ മക്കളെ. 6/7 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ചെയ്തത് ക്ലിയർ ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തേതും കൂടെ അങ്ങ് ചെയ്താലോ. 3 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 9 അല്ലെ? ഈ 3 ഭിന്നസംഖ്യകൾ ഗുണിക്കാനാ. 3ഓ 4ഓ എത്ര ഭിന്നസംഖ്യകൾ ഗുണിക്കേണ്ട വന്നാലും നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ നേരെ ഗുണിക്കുക എന്നുള്ളതാണ്. ഇനി അങ്ങനെ നേരെ ഗുണിച്ചാലുള്ള പ്രശ്നം ഉത്തരം വലിയ സംഖ്യയായി പോകും, അല്ലെ? അപ്പൊ അതുകൊണ്ട് വെട്ടിച്ചെറുതാക്കാൻ പറ്റുമോ എന്ന് നോക്കണം. വെട്ടിച്ചെറുതാക്കാൻ പറ്റുമെങ്കിൽ വെട്ടിച്ചെറുതാക്കിയിട്ടേ ഗുണിക്കാൻ പോകാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും ചേട്ടാ? 3ഉം 9ഉം കൂടെ വെട്ടിക്കളയാം 3 തവണ. 5ഉം 10ഉം കൂടെ വെട്ടിക്കളയാം 2 തവണ. ശരിയാണോ? ഈ 8ഉം 12ഉം 4 വെച്ച് വെട്ടാം. ഇത് 2 തവണ, ഇത് 3 തവണ. ശരിയല്ലേ? അങ്ങനെ ആകുമ്പോൾ എല്ലാം വെട്ടി പോവാണല്ലോ. ഈ രണ്ടും വെട്ടി, ഈ 3ഉം വെട്ടി, എല്ലാം വെട്ടിപ്പോയി. ആണോ മക്കളെ? യെസ്. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 1 അല്ലേ? മക്കളെ? ആൻസർ 1 കണ്ടോ? എല്ലാം വെട്ടിപ്പോയ ആൻസർ 0 അല്ല. എല്ലാം വെട്ടിപ്പോയ ആൻസർ എത്രയാ? ആൻസർ 1 ആണ്. ചെയ്ത രീതി ക്ലിയർ ആണോ? ഇത്രേ ഉള്ളൂ ആക്ച്വലി. എന്ത്? ഭിന്നസംഖ്യകളുടെ ഗുണനം എന്ന് പറയുന്ന സാധനം. ഭിന്നസംഖ്യകളുടെ ഗുണനം ഇത്രേ ഉള്ളൂ. അതായത് നേരെ ഗുണിക്കുക, ചെറുതാക്കുക, ഇത്രേ ഉള്ളൂ പരിപാടി ഭിന്നസംഖ്യകളുടെ ഗുണനം. ഭിന്നസംഖ്യകളുടെ ഗുണനം മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഭിന്നസംഖ്യകളുടെ ഹരണം. ഭിന്നസംഖ്യകളുടെ ഗുണനം ക്ലിയർ ആണെങ്കിൽ അടുത്തത് എന്താണ്? ഭിന്നസംഖ്യകളുടെ ഹരണമാണ്.
മക്കളെ ഇത് ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. ഗുണനം പക്കയായെങ്കിൽ നമുക്ക് അടുത്ത് ഹരിക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ എന്താ നോട്ട് എഴുതി വെക്കണ്ടേ? ഭിന്നസംഖ്യകളുടെ ഗുണനം എന്താ? അതായത് വെട്ടിച്ചെറുതാക്കാൻ പറ്റുമെങ്കിൽ വെട്ടിച്ചെറുതാക്കിയിട്ട് നേരെ നേരെ ഗുണിക്കുക. വെട്ടിച്ചെറുതാക്കാൻ പറ്റുമെങ്കിൽ വെട്ടിച്ചെറുതാക്കിയിട്ട് അംശം ഗുണിക്കുക, ഛേദം ഗുണിക്കുക. ഇതാണ് ഭിന്നസംഖ്യകൾ ഗുണിക്കാനുള്ള നിയമം. ഇത് 2 വന്നാലും 3 വന്നാലും 4 വന്നാലും എല്ലാം നേരെ നേരെ ഗുണിക്കുക എന്നുള്ളതാണ് നിയമം. വെട്ടിച്ചെറുതാക്കാൻ പറ്റുമെങ്കിൽ വെട്ടിച്ചെറുതാക്കിയിട്ടേ ഗുണിക്കാൻ പോകാവുള്ളൂ എന്ന് മാത്രം. യെസ്, ക്ലിയർ അല്ലേ? ആണ്, ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ.